ഹലോ, വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ എപ്പോഴത് അങ്ങനെ ചോദിക്കാറുണ്ട്. ബിക്കോസ് എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് അറിയുന്നതിൽ ഒരു സന്തോഷം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളതല്ലേ. ഇന്നത്തെ വീഡിയോ എനിക്ക് എപ്പോഴും നിങ്ങൾ ചോദിക്കുന്ന ഒരു കമൻ്റ് ആണല്ലോ, മാം ഗ്ലിസറിനെ കുറിച്ച് പറയണം. ഗ്ലിസറിൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഗ്ലിസറിൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഏതൊക്കെ സ്കിന്നിന് യൂസ് ചെയ്യാം, ഇങ്ങനെയൊക്കെ പല പല കമൻറ്റ് നമുക്ക് വരാറുണ്ട്. ഒരുപാട് പേർ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈയും കൂടി ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്ലിസറിൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് എന്തിനു വേണ്ടി എന്താണ് എന്ന് മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മളത്. ഞാൻ എപ്പോഴും ഓരോ വീഡിയോസിലും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അത് എന്തിനു വേണ്ടി എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മിക്കവരും പറയും ഒരുപാട് വലിച്ചു നീട്ടാതെ പറയണം എന്നൊക്കെ. അപ്പോൾ ഞാൻ അതിനുള്ള റിപ്ലൈ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇരുന്ന് ക്ഷമയോടുകൂടി കേൾക്കാൻ പറ്റുന്ന ആൾക്കാർ കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റത്തില്ല. ഓരോ കാര്യങ്ങളും അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണം. അപ്പോൾ നമുക്ക് നോക്കാം ഗ്ലിസറിനെ കുറിച്ചിട്ട്. അപ്പം ആക്ച്വലി ഗ്ലിസറിൻ നമ്മൾ എന്തിന് യൂസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക. ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു മോയ്സ്ചറാണ്. അതായത് നമ്മളെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലിസറിൻ യൂസ് ചെയ്തത്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ബിക്കോസ് മോയ്സ്ചർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിൻ ഭയങ്കര ഡള്ളാവുന്നു അല്ലെങ്കിൽ ഡാർക്ക് ആവുന്നു അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു സൊല്യൂഷൻ കൂടിയാണ് നിങ്ങൾക്ക് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. പക്ഷേ ഗ്ലിസറിൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഗ്ലിസറിൻ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഡയറക്റ്റായിട്ട് നല്ല തിക്ക് ഫോമിൽ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പാടേയില്ല. എസ്പെഷ്യലി ഓയിലി സ്കിന്നാണെങ്കിൽ ഒരിക്കലും പാടില്ല. കാരണം ഇതിൽ നമുക്ക് അത്രയും മോയ്സ്ചർ കണ്ടൻറ്റാണ് വരുന്നത്. നിങ്ങളുടെ സ്കിൻ ഭയങ്കര ടു ഡ്രൈ ആണ്, ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന പോലത്തെ ഒരു സ്കിന്നൊക്കെ ഇല്ല, ആ ഒരു ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം. അതർവൈസ് നിങ്ങൾ ഡയറക്റ്റായിട്ട് ഗ്ലിസറിൻ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം എല്ലാവർക്കും പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും ഇതൊക്കെ അറിയാം, ബട്ട് അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഇപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് നമ്മൾ ഗ്ലിസറിൻ ഡയറക്റ്റ് യൂസ് ചെയ്യണം, എന്ത് സംഭവിക്കും? നമുക്ക് അത്രയും ഓയിലും അത്രയും നമുക്ക് മോയ്സ്ചർ കണ്ടൻറ്റുമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് പിമ്പിൾസ് അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ സ്കിന്നിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് രീതിയിലായിരിക്കണം നമ്മൾ ഗ്ലിസറിൻ എടുക്കേണ്ടത്? നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ഗ്ലിസറിൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ നമുക്ക് റോസ് വാട്ടർ എടുക്കാം, അതല്ല നമുക്ക് ഹണി മിക്സ് ചെയ്യാം, അതല്ലെങ്കിൽ ലൈം മിക്സ് ചെയ്യാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു സംഭവം മിക്സ് ചെയ്തുകൊണ്ട് വേണം. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്കിന്നിന് കുറച്ചും കൂടെ നല്ലതായിരിക്കും. പണ്ടൊക്കെ നമുക്കറിയാം ഒരുപാട് പേര് ലിപ്പിൻ്റെ ആ ഒരു പിഗ്മെൻറ്റ് മാറ്റാനും ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ ആയിട്ട് ഗ്ലിസറിൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ബട്ട് ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. പണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലിസറിനിൽ കുറച്ച് റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് വരാം. കുറേ നല്ല പോലെ ഭയങ്കര ഡീപ്പായിട്ടുള്ള പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷൻ കുറയോ മാം, പിഗ്മെൻറ്റേഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് കുറേ പേര് ചോദിക്കാം. തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പല രീതിയിൽ നമുക്ക് ഗ്ലിസറിൻ എടുക്കാം. ഒന്ന് മോയ്സ്ചറൈസറായിട്ട് ഇതുപോലെ നമുക്ക് ഒരു എന്താ പറയുക ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രമായിട്ട് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഗ്ലിസറിൻ എടുക്കുക. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ എടുക്കുമ്പോൾ ഒരു ഹാഫ് ടീസ്പൂൺ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഹാഫ് ടീസ്പൂൺ നിങ്ങൾക്ക് കുറച്ച് ലൈം അല്ലെങ്കിൽ ഹണി അല്ലെങ്കിൽ റോസ് വാട്ടർ ഇത് നന്നായിട്ട് ഏതെങ്കിലും ഒരെണ്ണം മതി, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ചിലവർക്ക് ഭയങ്കര പിഗ്മെൻറ്റേഷനാണ്, പ്രശ്നമുണ്ട്, സ്കിന്നിൽ ഭയങ്കര റിങ്കിൾസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഫേസിൽ കുറച്ച് ഡ്രൈ ആവുന്നു, ഭയങ്കര ചിലവർക്ക് അതായത് ഇപ്പോൾ നമുക്ക് സ്കിൻ റിപ്പയറിങ് ടൈമൊക്കെ വരുമല്ലോ, ആ ഒരു ടൈമിൽ നമുക്കിപ്പോൾ പുറത്തുനിന്നൊക്കെ നമുക്ക് വൈറ്റമിൻ സി സിറമൊക്കെ മേടിക്കുമ്പോൾ ഭയങ്കര പൈസ വരുന്നുണ്ട്. സോ അത്രയും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, എനിക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഗ്ലിസറിൻ നമുക്ക് നല്ലൊരു സൊല്യൂഷൻ ആയിരിക്കും. അത് നമുക്ക് എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ എടുക്കുക, അതിനകത്ത് ഒരു ടീസ്പൂൺ നമുക്ക് ലൈം ജ്യൂസ് നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഓക്കെ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഗ്ലിസറിനിൽ 1 ടീസ്പൂൺ എന്തെടുക്കാം, 1 ടേബിൾ സ്പൂണിന് 1 ടീസ്പൂൺ നമുക്ക് ലൈം ജ്യൂസ് എടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊരു കോട്ടണിലോ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടാണെങ്കിൽ ശരി, അതല്ല നമുക്ക് നോർമലി നമുക്ക് സിറം ടൈപ്പിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു 10 to കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് ഫേസിലേക്ക് കുറേ സമയം വയ്ക്കാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ വാഷ് ഔട്ട് ചെയ്ത് കളയാം. അതല്ലെങ്കിൽ അതവിടെ കിടക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, മനസ്സിലാവും. നമ്മുടെ റിങ്കിൾസൊക്കെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും, അതുപോലെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. സോ അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു വൈറ്റമിൻ സി സിറം ആയിട്ടാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ ആ രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അതേ സമയത്ത് നമുക്കൊരു ടോണറായിട്ട്, നമുക്ക് വൈറ്റമിൻ സി ടോണറായിട്ട് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിലും നല്ലൊരു സൊല്യൂഷൻ കൂടിയാണ്. അതിനകത്ത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ്. 1 ടേബിൾ സ്പൂൺ നമുക്ക് ഗ്ലിസറിൻ എടുക്കുക, അതിനകത്ത് നമുക്കൊരു 1 ടീസ്പൂൺ നമുക്ക് ലൈം എടുക്കുക. ദെൻ അതിനകത്ത് കുറച്ച് അതിൻ്റെ നമ്മൾ എടുത്തതിൻ്റെ അത്ര ഒരു 100 ml വാട്ടർ നമ്മൾ അതിനകത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ദെൻ ഇതൊന്ന് ജസ്റ്റ് മിസ്റ്റ്, അതായത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടോണറായിട്ടും നമുക്കിത് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മളുടെ സ്കിൻ ടോൺ ഒന്നും കൂടി ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും, അതുപോലെ റിങ്കിൾസ് കുറയ്ക്കും, പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും, ഇത്രയും സംഭവങ്ങൾ ചെയ്യാം. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് കൊണ്ടുപോയിട്ട് ഫേസിലേക്ക് ചെയ്യാതെ ഏതെങ്കിലും ഒരു ഏരിയയിൽ കൊടുത്തിട്ട് എന്തെങ്കിലും അവിടെ ഒരു ഇറിറ്റേഷനോ എന്തെങ്കിലും ചൊറിച്ചിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. അതല്ല അവിടെ എന്തെങ്കിലും ചെറുതായിട്ടൊരു ഇച്ചിങ് ഒക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യുക. കാരണം എല്ലാ സ്കിന്നിനും എല്ലാ പ്രൊഡക്റ്റും നമുക്ക് ഓക്കെ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു പാച്ച് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ. അപ്പോൾ നമുക്ക് ഗ്ലിസറിൻ എന്ന് വെച്ചാൽ നമുക്ക് സ്കിന്നിനെ മോയ്സ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിങ്ങനെ 2-3 രീതിയിൽ ഗ്ലിസറിൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ഓയിലി ആയിട്ടുള്ള ആൾക്കാർ എടുക്കുമ്പോൾ നല്ല പോലെ അതിനകത്ത് റോസ് വാട്ടറൊക്കെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വൈറ്റമിൻ സി സിറത്തിന് വേണ്ടി യൂസ് ചെയ്യുവാണെങ്കിൽ ലൈം ജ്യൂസ് മിക്സ് ചെയ്തിട്ട് ലൈം പിഴിഞ്ഞിട്ട് ഒരു നമുക്ക് ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ ആ ഒരു പ്രൊപ്പോസിഷനിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ദെൻ അതിൽ നമുക്ക് ഹണി മിക്സ് ചെയ്താലും നല്ലതായിരിക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് നമ്മളുടെ സ്കിന്നിനെ എന്താക്കും, നമ്മൾ ആ ഒരു ലൈൻസൊക്കെ കുറച്ച് നമ്മളുടെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയുമ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റ് ആവും. ഈ പറഞ്ഞ പോലെ മോയ്സ്ചറൈസർ മേടിക്കാനോ ഇല്ല യൂസ് ചെയ്യാൻ പറ്റാത്തവർ, നമുക്ക് എന്താ പറയുക, വൈറ്റമിൻ സി ഒന്നും നമുക്ക് ഒരുപാട് കോസ്റ്റ് കൊടുത്തപ്പോൾ എന്നോട് പറയാറുണ്ടല്ലോ, മാം പറയുന്ന പ്രൊഡക്റ്റുകൾ ഭയങ്കര കോസ്റ്റ്ലി ആണ്. സോ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കോസ്റ്റ് കുറഞ്ഞതും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വൈറ്റമിൻ സി ഒക്കെ പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അവർക്കും നമുക്കിതൊന്ന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ സ്കിന്നാണ് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് നോക്കൂ. കുറേ പേര് എനിക്ക് കഴിഞ്ഞ ദിവസം കുറേ കമൻറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മാക്സിമം നമ്മൾ ടൈമിനനുസരിച്ച് ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും നിങ്ങളുടെ കമൻറ്റ് റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും പിന്നീടാണെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അത് നോക്കിയിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യും. കാരണം ചില സമയത്ത് കുറച്ച് തിരക്കിലൊക്കെ പെടുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടും ചിലപ്പോൾ എനിക്കത് നോക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ലൈവ് വരുന്നത്. ലൈവിൽ ആകുമ്പോൾ എനിക്ക് ഡയറക്റ്റ് കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനൊക്കെ പറ്റും. അപ്പോഴും ചിലവർ പറയും കുറേ മെസ്സേജിന് റിപ്ലൈ ചെയ്തിട്ടില്ല എന്നൊക്കെ. കാണുന്നതിനനുസരിച്ച് ഞാൻ ചെയ്തു പോകുന്നുണ്ട്. പ്ലസ് അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അതും ഓക്കെയാണ്, നിങ്ങൾക്ക് പ്രശ്നമൊന്നും വരത്തില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടുള്ള വീഡിയോസ് മാത്രമായിരിക്കും നമ്മളുടെ ഭാഗത്ത് നിന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എപ്പോഴും ഇത് ചെയ്യുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് മാത്രമല്ല, നിങ്ങൾ ചെറിയ പിള്ളേരിലൊന്നും പോയി ചെയ്തേക്കേണ്ട ആവശ്യമില്ല. അതായത് സ്കിൻ മെച്ചോർഡ് അല്ലാന്നുണ്ടെങ്കിൽ ബേബി സ്കിന്നിലൊന്നും ഇതൊന്നും ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. സ്കിൻ മെച്ചോർഡ് ആയതിനു ശേഷം, അതായത് ആഫ്റ്റർ 18 ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വീഡിയോ ആണോ വേണ്ടതെന്ന് പറയുക, കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും പറയണം കേട്ടോ. അപ്പോൾ അടുത്തതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.